നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതിൻ്റെ നടുക്കത്തിലാണ് മലപ്പുറം താനൂർ നിവാസികൾ. ഒരമ്മയ്ക്ക് ചോരപ്പൈതലിനെ കൊലപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അത്രയ്ക്കും മനസാക്ഷി മരവിച്ചവരായി മാറുന്ന ചില സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. താനൂർ ഒട്ടുംപുറ സ്വദേശിയായ ജുമൈലത്തിൻ്റെ ക്രൂരതയെക്കുറിച്ച് കേട്ടാൽ അമ്മ മനസ്സുള്ളവരുടെ ഉള്ളു നീറും. പ്രസവിച്ച 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു. അവിഹിത ബന്ധത്തിൽ പിറന്ന കുഞ്ഞായതിനാൽ കൊലപ്പെടുത്തിയെന്നാണ് ഇവരുടെ മൊഴി. പോലീസിന്റെ പിടിയിലായ യുവതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ജുമൈലത്ത് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. തുടർന്ന് വീട്ടിലെത്തി. അടുത്തടുത്ത് വീടുള്ള പ്രദേശമാണിത്. വളരെ രഹസ്യമായി കുഞ്ഞിനെ അർദ്ധരാത്രി കൊന്ന് വീട്ടിലെ പറമ്പിൽ കുഴിച്ചുമൂടിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ജുമൈലത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി എന്നാണ് ജുമൈലത്തിന്റെ മൊഴി. ഇതിനുശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചിടുകയായിരുന്നു. വീട്ടിലെ കിണറിനടുത്ത് കുഞ്ഞിനെ കുഴിച്ചുമൂടി സ്ഥലം ഇവർ തന്നെയാണ് പോലീസിന് കാണിച്ചു കൊടുത്തത്. വീട്ടിലുണ്ടായിരുന്ന മാതാവ് ഉറങ്ങുന്ന സമയത്താണ് കൃത്യം നടത്തിയതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. തിരൂർ തഹസിൽദാർ, താനൂർ ഡിവൈഎസ്പി വി ബെന്നി, ഫോറൻസിക് വിദഗ്ധർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. പ്രതി ജുമൈലത്തിനെയും സ്ഥലത്ത് എത്തിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിൻ്റെ ഉത്തരവാദികൾ ആരായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടാവരുത്. ആണായാലും പെണ്ണായാലും ആരായാലും ഇതിൻ്റെ നിയമത്തിന് മുമ്പിൽ ഈ പ്രതികളെ എല്ലാത്തിനും കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത്. കോഴിക്കോട് സ്വദേശിയായ ഭർത്താവുമായി മാസങ്ങളായി പിണങ്ങി കഴിയുകയാണ് ജുമൈലത്ത്. അവിഹിത ബന്ധത്തിൽ പിറന്ന കുട്ടിയായതിനാലാണ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത് എന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. കുറ്റകൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ജുമൈലത്തിനെ മാത്രമാണ് പ്രതിയാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ.